നമസ്കാരം. പേരെന്തായിരുന്നു? ശിവകന്യ. എന്താ ചെയ്യുന്നത്? ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ചേച്ചി, ഇപ്പോ ഈ ദില്ലിയിൽ നടന്ന CJP സമരം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ കാണുന്നു ആ ഒരു സമരത്തെ? വലിയ സംഘർഷങ്ങളും വിഷയങ്ങളും രാജ്യവ്യാപകമായിട്ടുള്ള ചർച്ചയും വന്നൊരു സമരമായിരുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പാർലമെന്റ് അറ്റാക്ക് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്തർ മന്ദിറിൽ സമരം നടത്തിയപ്പോൾ പല രീതിയിൽ സമരം നടത്തി, നിരാഹാര സമരവും സോണം വാങ്ചുക്കിനെ പോലെയുള്ളവരൊക്കെ നടത്തി. പക്ഷേ കുറച്ചുനാള് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അവര് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. നമ്മൾക്കറിയാം 2001 പാർലമെന്റ് ഭീകരാക്രമണം ഉണ്ടായിരുന്നപ്പോൾ അതിനുശേഷം വളരെയധികം സെക്യൂരിറ്റി ഫോഴ്സും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരുന്നു. അപ്പോൾ ഇവര് പാർലമെന്റ് മാർച്ച് നടത്തിയപ്പോൾ ഒരു രീതിയിലും ഒരു അനുമതി ഇല്ലാതെയാണ് ഇവര് പാർലമെന്റിന് നേരെ മാർച്ച് നടത്തിയത്. അതുപോലെ പോലീസുകാർക്കെതിരെ ഇവര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവര് റിയാക്ട് ചെയ്തത്. അത് പല രീതിയിലും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തെറി വിളിക്കുക, അതുപോലെ പെപ്പർ സ്പ്രേ പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, അവരെ അടിക്കുക. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് അത് തടയാനായിട്ട് അവർക്ക് ഫോഴ്സ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് പോലീസ് പിന്നെ റിയാക്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. പിന്നെ ഇവര് ഉദ്ദേശിച്ച മെയിൻ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലെയുള്ള ഒരു രീതിയിൽ നമ്മുടെ ഇന്ത്യയെ കൊണ്ടെത്തിക്കാമെന്നുള്ളതായിരുന്നു ഇവരുടെ ഇത്. അതെന്തായാലും ഇവിടെ വിജയിക്കില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് മോദിജിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സാധ്യമാവുന്നുള്ള കാര്യമല്ല. പിന്നെ മോദിജിയെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് ആളുകളെ എതിർത്തിട്ട് വേണം ഇവർക്ക് മോദിജിയെ എന്തെങ്കിലും പറയാൻ പോലും. അപ്പോൾ ഇതൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് സാധ്യമാവില്ല. ഈ പാർലമെന്റ് ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം അത് ഈ CJPയുടെ അല്ലെങ്കിൽ ഈ ഒരു സമരത്തിന്റെ ആളുകൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സമരത്തിലേക്ക് മറ്റ് ഒരു രാജ്യദ്രോഹ ശക്തികൾ കൈകടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60% അധികം പേരും നീറ്റ് എക്സാം എഴുതിയവരല്ല. കാരണം ഈ പാർലമെന്റിലേക്ക് ഈ മാർച്ച് നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തർ മന്ദിറിലൊന്നും കല്ലുകളോ മറ്റുള്ള സാമഗ്രികളോ ഒന്നും ഉണ്ടാവില്ല. ഇവര് പല രീതിയിലുള്ള ബാഗുകളിൽ നിന്ന് കല്ലുകൾ എടുക്കുക, അത് പോലീസുകാരെ എറിയുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ട് ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു സമരം തന്നെയാണിത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് യുവജനങ്ങളാണ് ഇതിൽ കൂടുതൽ പങ്കെടുത്തുന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു സമര ഭീകരത തന്നെയായിരുന്നു, യുവജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഒരു സംഭവമായിരുന്നു. ഇത് കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ ശരിക്കും ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത് അനുമതി ഇല്ലാതെയാണ്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അവർ ചെയ്തത്. അവർക്ക് പല രീതിയിൽ സമാധാനപരമായിട്ട് ആ ഒരു മാർച്ച് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ അവർക്ക് ചെയ്യാം. പക്ഷെ അവര് കുറെ സംഘടനകൾ കൂടി ചെയ്ത്, അതും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പോലും അവിടെ ചെന്നിരുന്ന് പ്രതിഷേധിക്കാണ് ഉണ്ടായത്. ഒരിക്കലും അത് ശരിക്കും നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണ് അത് ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊരു വിഷയം ഉണ്ടാവുമോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കുക വേണ്ടത്. അതിനു പകരം മറ്റുള്ള മുന്നണികളെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുകയാണ് അവര് ചെയ്തത്. ശരിക്കും നമ്മൊരു നല്ല വഴികാട്ടിയായിട്ടാണ് എല്ലാ നേതാക്കളും യുവജനങ്ങൾക്ക്, ജൻസി കുട്ടികൾക്ക് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടാണ് ബാക്കി എല്ലാ നേതാക്കളും ഇതിനെ ചുക്കാൻ പിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നോർമലി നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സമരത്തിൽ വ്യാപകമായിട്ടുള്ള സംഘർഷം, പോലീസിന് നേരെ ഒരു അറ്റാക്കിങ് ആദ്യം ഉണ്ടായി എന്നുള്ളത് വീഡിയോകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഈ സമരത്തെ, പോലീസിന് നേരെ നടത്തിയ ഒരു അക്രമത്തെ ഇതിന്റെ സമരത്തിന്റെ നേതാക്കന്മാർ ഇതിന് ശേഷമൊന്നും ഒരു അപലപിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യം തന്നെ ഈ പോലീസുകാർക്കെതിരെ അക്രമം നടത്തിയത് ഇവിടുത്തെ കുട്ടികൾ, ഞാൻ പറയില്ല ജൻസി കുട്ടികളല്ല, ഇതില് ഉൾപ്പെട്ട തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളും അതുപോലെ മറ്റു പാർട്ടിയിലുള്ള ആളുകളും കൂടി ചേർന്നാണ് ഇത്തരം വിഷയങ്ങൾ ഇത്രയും എൻലാർജ് ചെയ്ത് ഈ ഒരു സംഭവത്തെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ വെച്ച് ഈ ഒരു CJP പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന പേരിൽ നാടിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണ് ഇതിന്റെ പിറകിലുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മോദിജിയാണ് ഭരിക്കുന്നത്. ഇവിടെ മോദിജിയുടെ കയ്യിൽ ഭരണം സുരക്ഷിതാണ്, നമ്മുടെ രാജ്യവും സുരക്ഷിതാണ്. ഈ സമരത്തിൽ മറ്റൊരു പ്രധാന കാര്യം വെച്ചാൽ നമ്മൾ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് സമരം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. പക്ഷെ ഇതിനിടയിൽ പല ബാനറുകൾ പൊന്തി വരുന്നത് കണ്ടിരുന്നു. ഒന്ന്, നമ്മുടെ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഇന്ന് തിഹാർ ജയിലിൽ തീവ്രവാദ കേസിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ആളെ റിലീസ് ചെയ്യണമെന്ന് പറയുന്നു. ജമ്മു കാശ്മീരിന്റെ
പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയിൽ ചേച്ചി കൃത്യമായിട്ട് തോന്നിയിരിക്കുന്ന കാര്യം എന്തായിരിക്കും? ഉമ്മർ ഖാലിദിനെ പോലുള്ള രാജ്യദ്രോഹിയായിട്ടുള്ള വ്യക്തിനെയൊക്കെ ഇവര് അനുകൂലിച്ച് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് തോന്നിയേക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിട്ടുള്ള വ്യക്തിയാണ് ഉമ്മർ ഖാലിദ് പോലെയുള്ള ആളുകൾ. അതുപോലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സമാധാനപരമായിട്ടാണ് കാശ്മീർ ഇപ്പോൾ എല്ലാം സ്മൂത്ത് ആണ് അവിടെ. അപ്പോൾ അതൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ്? ഇവര് നീറ്റ് എക്സാമിനെതിരെയല്ലേ ഇവര് സമരം ചെയ്യുന്നത്, അല്ലാതെ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ച് രാജ്യത്തിന് എതിരായി നിൽക്കുന്നവരെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു സാമ്രാജ്യം തന്നെയുണ്ട്, വലിയൊരു തീവ്രവാദ സംഘടന തന്നെ ഇവരുടെ പിറകിൽ ഉണ്ടെന്ന് വേണം വിശ്വസിക്കാനായിട്ട്. ഇപ്പോൾ ഈ നമ്മളെല്ലാവരും ഈ രാജ്യത്തെ യുവജനങ്ങളെ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഭാവി ഈ യുവജനങ്ങളാണല്ലോ. അപ്പൊ ഈ ഭാവിയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക്, തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഇവർ ക്യാമ്പയിനുകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഈ രാജ്യത്തെ ചിന്തിക്കുന്ന യുവജനങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ പൊളിറ്റിക്കൽ സൈഡ് മനസ്സിലാക്കി അവർ റൈറ്റ് ചെയ്താൽ റോങ് ചെയ്താന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നീറ്റ് CJP പ്രൊട്ടസ്റ്റിന് വന്നപ്പോൾ അതിൽ തന്നെ കുട്ടികൾ പരാമർശിച്ചിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നീറ്റ് എക്സാമിന് ഭാഗമായിട്ടാണ് വന്നിരുന്നത്, പക്ഷെ അവിടെ മുദ്രാവാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ കുട്ടികൾ തന്നെ പിൻവലിഞ്ഞു. അത് വീഡിയോസിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. പല വീഡിയോസിലായാലും നമുക്ക് മീഡിയ ത്രൂ ആയാലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആ കുട്ടികൾ പിന്മാറി പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും ഒരിക്കലും ഇത്തരം പ്രൊട്ടസ്റ്റിനെ അംഗീകരിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യുവജനങ്ങളെ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവർ കൊണ്ടുപോയേക്കണെന്നുള്ളത് വ്യക്തമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുക, അതുപോലെ ഒട്ടും സമാധാനപരമായിട്ടല്ല അവർ കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ അവർക്ക് ഇപ്പോൾ ഫുഡ് കിട്ടുന്ന രീതികൾ, അതുപോലെ അവർക്ക് ഫണ്ട് കിട്ടുന്ന രീതികൾ, അതൊക്കെ ഒരു വലിയൊരു സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദ സംഘടന തന്നെ ഇവരുടെ പിറകിലുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ ഈ നരേന്ദ്രമോദിയെ ഭയങ്കരമായിട്ട് അസഭ്യം പറയുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. പെൺകുട്ടികൾ വളരെ മോശമായിട്ടും അതോടൊപ്പം തന്നെ മറ്റ് ആൺകുട്ടികൾ ഇങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കാണുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു രോക്ഷം, ആ രോക്ഷത്തെ ഇവർ നേരിടേണ്ടി വരില്ലേ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ നമ്പർ 1 നേതാവാണ് നമ്മുടെ മോദിജി. ശരിക്കും നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും എന്താ പറയാ, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. മോദിജി എന്ന പേരിലാണ് നമ്മുടെ രാജ്യമായാലും മറ്റു രാജ്യങ്ങളായാലും ഒക്കെ അറിയുന്നതും നമുക്ക് കിട്ടുന്ന അംഗീകാരവും അദ്ദേഹത്തിലൂടെയാണ്. അപ്പോ മോദിജിക്ക് ഉണ്ടാവുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ വളരെ മോശമായുള്ള രീതിയിൽ അത് അവരുടെ സ്റ്റാൻഡേർഡ് ആണ് അവർ പറയുന്നതെന്ന് വേണം എനിക്ക് കരുതാനായിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ 2014 മുന്നേ ഭാരതം എങ്ങനെയായിരുന്നു, ഇപ്പൊ 2026 ഭാരതം എത്ര സുരക്ഷിതമാണ്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2047 ആകുമ്പോഴേക്കും വെൽ ഡെവലപ്ഡ് കൺട്രി ആയി ഇന്ത്യ മാറുക തന്നെ ചെയ്യും. ഇതുപോലെ മോദിജി ഭരിക്കുകയാണെങ്കിൽ ഷുവർ ആണ് 2047 ഇന്ത്യ വെൽ ഡെവലപ്ഡ് കൺട്രി ആയി മാറും. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും ഈ സമരമെല്ലാം BJP ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ? തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ശക്തിയാവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ കുറെ പ്രവർത്തകര്, അതുപോലെ സാധാരണയായിട്ടുള്ള വ്യക്തികള് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവര് BJP കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ് ഇപ്പൊ ഉണ്ടാവുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കോ അറിയൊക്കെ ചെയ്യുമ്പോൾ മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജെൻസി കുട്ടികളെ വഴി തെറ്റിക്കാനായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ കട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിപ്പോ ഒരു ജൂനിയർ പപ്പായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ വന്ന അഭിജിത് ദീപ്തി എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇത്തരം സംഘടനകൾ വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷെ BJP എന്തായാലും ഇതിൽ കൂടുതൽ വളർച്ചയിൽ കേരളമായാലും ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഭരിക്കുക തന്നെ ചെയ്യും.